ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ തൃശ്ശൂർ ഒന്ന് കറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് നമ്മുടെ വടക്കുന്നാഥനിലേക്കാണ്. തൃശ്ശൂർ പോകുമ്പോൾ നമ്മൾ ആദ്യം കയറേണ്ടത് വടക്കുന്നാഥനിലാണല്ലോ. അപ്പോൾ വടക്കുന്നാഥനിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ വടക്കുന്നാഥനിൽ നല്ല തിരക്കായിരുന്നു. എന്നത്തേക്കാളും അപേക്ഷിച്ച് ഇന്ന് ആഗസ്റ്റ് 15 കേട്ടോ. പോയന്ന് ഓഗസ്റ്റ് 15. അപ്പോൾ അതിൻ്റെ അവധിയോടനുബന്ധിച്ച് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ വടക്കുന്നാഥനിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. The part is not to get. മധുരണ്ടാ കൂടുതലില്ലേ? അടിപൊളി. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ കേട്ടാ, വുമൻസ് ഫുഡ് കോർട്ടിലേക്ക്. വടക്കുന്നാഥൻ്റെ മുന്നിലാണ് വുമൻസ് ഫുഡ് കോർട്ട്. ഇവിടെ പോയിട്ടാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണം കേട്ടാ. അടിപൊളി അടിപൊളി. അങ്ങനെ എനിക്കുള്ള മസാല ദോശ നോക്കാം. ഇവിടുന്ന് മസാല ദോശ കഴിക്കുക. അവിടെ വെയിറ്റിംഗ് ആണ്. വടക്കുന്നാഥനെ കാണാൻ ചെയ്യാം. അങ്ങനെ പറയും നല്ല ചൂടനാട്ടോ. അടിപൊളി. ചമ്മന്തി ഒന്ന് കഴിക്കും. ഇവർക്കൊന്നുണ്ടാ കറി വളങ്കാലേക്ക് സാമ്പാർ നമ്മൾ ആദ്യം കഴിച്ചില്ല. ചമ്മന്തി 2 സൂപ്പറായിരുന്നു. ജ്യൂസ് ഉണ്ട്, നെല്ലിക്ക ജ്യൂസ്, ആ ജ്യൂസ്, ഈ ജ്യൂസ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും വടക്കുന്നാഥനിലേക്ക് വന്നു. വടക്കുന്നാഥനിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം തെക്കേ ഗോപുരനടയിലെ ഫ്രണ്ടിലിരിക്കാമെന്നോർത്താണ് അവിടേക്ക് വന്നത്. അന്നേരം അവിടെ ഓഗസ്റ്റ് 15 കുറച്ച് പിള്ളേരൊക്കെ അവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു. അവിടെ നിന്ന് നമ്മുടെ തൃശ്ശൂർ ജംഗ്ഷനിലേക്കുള്ള ആ ഒരു വ്യൂ നല്ല രസമാണല്ലോ. അപ്പോൾ വെയിൽ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വിശ്രമിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ അതിലും ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ വന്നത് ഒരു 10-11 മണിയായി. എന്നാലും വെയിലില്ലാത്ത കാരണം ഞങ്ങൾക്ക് ഇരിക്കാൻ സുഖമായിരുന്നു. അപ്പോൾ വൈകിട്ട് വരുവാണെങ്കിൽ ഇതിലും ഭംഗിയായിരിക്കും അവിടെ നിന്നുള്ള വ്യൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് രാഗത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സിനിമ കാണാമെന്ന് വെച്ചാൽ നമ്മുടെ വിക്രത്തിൻ്റെ തങ്കലാൻ സിനിമ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിനിമ വലിയ കുഴപ്പമൊന്നുമില്ല. ലാഗടിക്കും, കുറച്ച് നേരം ലാഗടിക്കും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല സിനിമ കേട്ടോ. അപ്പോൾ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നേ. പക്ഷേ സിനിമ കഴിഞ്ഞപ്പോഴേക്കും 3 മണി 3:30 ആയി.
അപ്പോൾ ഞങ്ങൾ ഭാരത് ഹോട്ടലിൽ പോയി മറ്റേ ഊണവിടെ തീർന്നു പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ച് ഞാൻ ഭട്ടൂരയാണ് ഓർഡർ ചെയ്തത്, ചേട്ടായി നെയ് റോസ്റ്റ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് കഴിച്ചു. നല്ല ഫുഡാണ്, പിന്നെ അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഞങ്ങൾ പോയത് പുത്തൻപള്ളിയിലേക്കാണ്. അപ്പം ഞാൻ ഈ പുത്തൻപള്ളി ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളങ്ങനെ അവിടെ ചെന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ബൈബിൾ ടവറിലേക്ക് പോയിട്ടോ. അപ്പോൾ ബൈബിൾ ടവറിലേക്ക് കയറുന്നതിന് 20 രൂപയാണ് ഒരാൾക്ക്, 20 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി കാഴ്ചകളൊക്കെ കണ്ടു. അടുത്ത ബാച്ച് കയറിപ്പോണ്ട അവിടെ നിന്ന് ഇറങ്ങി വരണം, അതാണ് പണി. പേടി ഇപ്പൊ നല്ല സുഖം ഉണ്ടാവും. താഴത്തേക്ക് ഇറങ്ങിപ്പോ നടന്നോണ്ടേ നല്ല തീറ്റാങ്ങനെ ബൈബിള്, പഴയ ബൈബിള്, വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ എന്താ ഒരുപാടുണ്ട്. നീന്റെ മുകളിലേക്ക് 3 നില 4 നില അങ്ങനെ ഉണ്ട്. പക്ഷെ അതിപ്പോ ഓപ്പൺ അല്ല കേട്ടാ, അല്ലേ? നമുക്കവിടെ മുകളിലേക്ക് എത്തിയപ്പോൾ ഉഷാറായി. ലിഫ്റ്റ് കയറി പേടിയ 20 നില ഏതാണ്ട് കിടന്ന് കരയുന്നുണ്ട്. ആ കാരണം നമ്മളെ ശക്തരത്ര റൗണ്ടില്ലേ, അതാണ് കേട്ടാ തുറന്നത്. അതടച്ചു ബാക്ക് വാങ്ങട്ടാ. നേരെ റൗണ്ട് നേരെ മടക്കുന്നതൊക്കെ കാണുന്നുണ്ടോ? കാട് വരാനുണ്ടാ, കാട് വരാനുണ്ടോ? അതാണ് സൈക്കറി. എന്താണ് സംഭവിച്ചിരിക്കില്ലേ? നഗരത്തിന് നടുക്കി ഒരു കാടും മൈതാനും എന്നൊക്കെ നമ്മളിവിടെ അല്ലേ? ടൗണിന്റെ ബാക്കിലാണ് കുറച്ച് അകലെ നോക്കി മലകള് നോക്കി എന്തല്ലേ. പേടി മതിയോ? എന്തിനു പേടി? എന്തോ ഒരു പേടി. പിന്നെ നമ്മ താത്തിക്ക് പോട്ടാ. നമ്മളത് സിമ്പിളായി കയറി പോകും, ഇറങ്ങാനാ പാട്. പക്ഷെ കുഴപ്പമില്ല, ഇറങ്ങണ്ട സുഖമായിട്ട് ഇറങ്ങിപ്പോ. മറ്റേ റൗണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ കുഴി കാണുന്നില്ല ഇവിടെ. അങ്ങനെ സൈഡിൽ മറ്റേ ടവറിലേക്ക് കയറുമ്പോൾ കുഴി കാണൂലേ, ലൈറ്റ് ഹൗസിൽ കയറുമ്പോൾ അങ്ങനൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് സമാധാനമായിട്ട് വീടിൻ്റെ സ്റ്റെപ്പ് പോലെ സിമ്പിളായിട്ട് കയറി ഇറങ്ങിയത്. മണ്ണിൽ പ്രകാശിച്ച ജീവനെ ഞങ്ങളിൽ നിന്നെത്തി പകരണേ ഈശ്വരേ. പിന്നെ ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചത് നമ്മുടെ മഞ്ജു വാര്യരുടെ വീടിൻ്റെ അടുത്തുള്ള പുള്ളുപാടത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മഞ്ജു ചേച്ചിയുടെ വീടും കാണുകയും ചെയ്യാം, അതിലൂടെ പുള്ളുപാടത്തേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങളങ്ങനെ പുള്ളുപാടത്തെത്തി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് മഴ പെയ്ത കാരണം ഒരുപാട് വെള്ളം, നേരത്തേക്കാളും അപേക്ഷിച്ച് ഒരുപാട് വെള്ളം ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാറ്റായിരുന്നു, പോകുന്ന വഴിയൊക്കെ നല്ല തണുപ്പും നല്ല കാറ്റുമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ വീട് കേട്ടോ. ആ പോണ വഴിയിലുള്ള വീടാണ്. മഞ്ജു ചേച്ചി ഇവിടെ ഇല്ലയെന്നാണ് ആ കടയിൽ ചേച്ചി പറഞ്ഞത്. ഞങ്ങളും പോകുമ്പോൾ ഒക്കെ മഞ്ജു ചേച്ചി അവിടെ ഉണ്ടാവാറില്ല, ചേച്ചി ഇങ്ങോട്ടേക്ക് വരാറില്ല എന്നാണ് അവിടെ കട നടത്തുന്ന ചേച്ചി പറഞ്ഞത്. അപ്പം ഞങ്ങളൊരു ലോട്ടറി എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് ലോട്ടറിയിൽ 100 അടിച്ചിട്ടുണ്ടായി. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ 2 ലോട്ടറി കൂടെ എടുത്തു. അതിൻ്റെ പിന്നെ ഞങ്ങൾ പുള്ളുപാടത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അതുപോലെ മറ്റേ പടൽ ബോട്ടൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും അതിനിപ്പോൾ ചെയ്യില്ല, നമുക്ക് പിന്നെ ചെയ്യാം. നമുക്കിപ്പോൾ ഫുഡെടുത്ത് നേരെ ബീച്ചിൽ പോയിട്ട് സൺസെറ്റ് കാണും, അതാണ് ആഗ്രഹം. ഇവിടെ നല്ല ഉള്ളിൽ പോയിട്ട് വെള്ളം കടിക്കുക.
ഫുഡ് വളരെ മോശമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പകുതിയൊക്കെ കഴിച്ചോളൂ, ബാക്കി ഞങ്ങൾ കളയുക ചെയ്തത്. പിന്നെ ഞങ്ങൾ സൺസെറ്റ് കാണാനായിട്ട് നേരെ പോയത് സ്നേഹതീരത്തിനടുത്തുള്ള അറപ്പ പാലത്തിലേക്കാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയും ഭയങ്കര തിരക്ക്. ഇന്ന് അവധി ആയതുകൊണ്ടായിരുന്നു, ഒരുപാട് തിരക്കായിരുന്നു. അതായത് ഓഗസ്റ്റ് 15 ആയിരുന്നല്ലോ, അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. നമ്മുടെ സ്നേഹതീരത്തെ പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് എറപ്പാപ്പാലം. പക്ഷേ ഇവിടെ ഒരു ലൈഫ് ഗാർഡ് ഇല്ല, പിന്നെ ഒരു ചായക്കടയുടെയും കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഈ വരുന്ന ആൾക്കാർക്കൊക്കെ ചായ കുടിക്കണമെങ്കിലൊക്കെ കടയില്ല ഇവിടെ, അതിൻ്റെ ഒരു കുറവുണ്ട്. ഹോട്ടലിലെ വീഡിയോട്ടാ അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.